Good afternoon, dear students. Today we are moving on to the next ratio coming under this profitability ratios. Okay, so under profitability ratios we have profitability based on sales. In profitability based on sales ratio, we have gross profit ratio, net profit ratio, operating ratio, then operating profit ratio, etc. Then profitability based on investment. Under that you have return on investment that we have already discussed and problems also completed. And next one is return on shareholders fund. So in the last formula, that is return on investment, our formula was profit before interest and tax divided by capital employed into 100. You have to remind that because we are going to learn a new formula which is related to the return on investment formula. Okay, so here return on shareholders fund, this shows the ratio or relationship between net profit to shareholders fund അല്ലെങ്കിൽ net worth. രണ്ട് സെയിം ആണ്. ഇവിടെ പ്രോഫിറ്റബിലിറ്റി ഷെയർഹോൾഡേഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് അവർക്ക് എത്ര പ്രോഫിറ്റബിലിറ്റി, എത്ര പെർസെന്റേജ് പ്രോഫിറ്റബിലിറ്റി കിട്ടുന്നു എന്നാണ് നോക്കുന്നത്. ഈ റേഷ്യോയിൽ നമ്മൾ മദർ ഓഫ് ഓൾ റേഷ്യോസ് എന്ന് പറയുന്നത്. ഇതാണ് ഓണേഴ്സിന്റെ ക്യാപിറ്റലിന് അവർക്ക് എത്ര റിട്ടേൺ കിട്ടുന്നു, അവർക്ക് സ്വന്തമായിട്ട് എത്ര റിട്ടേൺ കിട്ടുന്നു എന്ന് പറയുന്നത് മെഷർ ചെയ്യുന്ന റേഷ്യോ ആണ് റിട്ടേൺ ഓൺ ഷെയർഹോൾഡേഴ്സ് ഫണ്ട്. ആൻഡ് ദ ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് ദിസ് റേഷ്യോ ഇസ് റിട്ടേൺ ഓൺ ഷെയർഹോൾഡേഴ്സ് ഫണ്ട് ഇസ് ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. നേരത്തെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ് എടുത്തതെങ്കിൽ ഇവിടെ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ് എടുക്കേണ്ടത്. ആൻഡ് ഷെയർഹോൾഡേഴ്സ് ഫണ്ട് ഡിവൈഡ് ബൈ ഷെയർഹോൾഡേഴ്സ് ഫണ്ട് ഇൻറ്റു 100. So net profit എന്താണെന്ന് നിങ്ങൾക്കറിയാം, നെറ്റ് ഇൻകം ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ബട്ട് ബിഫോർ പ്രിഫറൻസ് ഡിവിഡൻഡ്. ഇൻട്രസ്റ്റും ടാക്സും കൊടുത്തതിന് ശേഷമുള്ള പ്രോഫിറ്റ്, പക്ഷെ പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുക്കുന്നതിന് മുൻപുള്ള പ്രോഫിറ്റ്. ഈ ഇൻട്രസ്റ്റും ടാക്സും കൊടുത്തതിന് ശേഷം കിട്ടുന്ന പ്രോഫിറ്റിന് ആദ്യം കൊടുക്കേണ്ടത് എന്താണ്? പ്രിഫറൻസ് ഡിവിഡൻഡ് ആണ്. പിന്നെയുള്ളതാണ് ഇക്വിറ്റി ഷെയർഹോൾഡേഴ്സ് കിട്ടുന്നത്. ഓക്കെ, സോ പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുക്കുന്നതിന് മുൻപ് എന്നാൽ ഇൻട്രസ്റ്റും ടാക്സും കൊടുത്തതിന് ശേഷമുള്ള പ്രോഫിറ്റ് വേണം നമ്മളുടെ നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് എടുക്കാൻ. ഡിനോമിനേറ്റർ ഷെയർഹോൾഡേഴ്സ് ഫണ്ടാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്വിറ്റി ഫണ്ടും ഇക്വിറ്റി ക്യാപിറ്റൽ, പ്രിഫറൻസ് ക്യാപിറ്റൽ, എല്ലാ റിസർവ്സും സർപ്ലസും, അതുപോലെ എന്താണ് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ടു സർപ്ലസ്, നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ടു ബാലൻസ് ഷീറ്റ് ഉണ്ടല്ലോ, അതും എല്ലാം ഇവിടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കണ്ടുപിടിക്കുന്നത്. ഈ അക്യുമുലേറ്റഡ് ലോസസും ഫിക്ടീഷ്യസ് അസറ്റ്സും ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇതിൽ നിന്ന് കുറച്ചിട്ട് വേണം ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടായിട്ട് എടുക്കാനായിട്ട്. ഓക്കെ, ഇനി എക്സാമ്പിൾ 17 എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ 16 തന്നെയാണ്. So 16th example calculate this return on investment നടക്കുക നമ്മൾ. സോറി, റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ആണ് കാണേണ്ടത്. ക്വസ്റ്റ്യന്റെ ഐറ്റംസ് ഒക്കെ ഇത് തന്നെയാണ്. നെറ്റ് ഫിക്സഡ് അസറ്റ്സ് 2,50,000, അതിൽ ഇക്വിറ്റി ക്യാപിറ്റൽ 75,000, പ്രിഫറൻസ് ക്യാപിറ്റൽ 50,000, ഡിബഞ്ചേഴ്സ് 1,50,000, റിസർവ്സ് 24,000. ഓക്കെ, കറണ്ട് അസറ്റ്സ് 1,50,000, കറണ്ട് ലയബിലിറ്റി 75,000, ഗ്രോസ് പ്രോഫിറ്റ് 1,06,000, അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് 24, സെല്ലിംഗ് എക്സ്പെൻസ് 30, interest on debentures 12,000, provision for taxation 14,000, net profit 26,000. So നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഈ പ്രോബ്ലത്തിൽ എടുത്താൽ മതി. സോ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട് 26,000 ആണെന്ന്. സോ നമുക്ക് ന്യൂമറേറ്റർ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ടാക്സും ഇൻട്രസ്റ്റും കുറച്ചതിന് ശേഷമാണല്ലോ നെറ്റ് പ്രോഫിറ്റ് വരുന്നത്. സോ 26,000 ഇസ് ദ നെറ്റ് പ്രോഫിറ്റ്. ഇനി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കാണുന്നതിലാണ് നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളത്. എന്തൊക്കെയാണ് ഈ ഐറ്റംസ്? ഓക്കെ, ഇതിൽ എന്തൊക്കെയാണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടായിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുള്ളത്? ഓക്കെ, അതാണ് നമ്മൾ നോക്കേണ്ടത്. ഇക്വിറ്റി ക്യാപിറ്റല് 75,000, പ്രിഫറൻസ് ക്യാപിറ്റല് 50,000, പിന്നെ എന്താണ് ഡിബഞ്ചേഴ്സ് ഒരിക്കലും ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അല്ല, അത് എടുക്കണ്ട. റിസർവ്സ് വരുന്നുണ്ട് 24,000 പ്ലസ് ഈ നെറ്റ് പ്രോഫിറ്റ് നമുക്ക് ബാലൻസ് ഷീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. അപ്പൊ അത് ഷെയർ ഹോൾഡേഴ്സിനുള്ളതാണല്ലോ. അപ്പൊ ആ 26,000. So equity capital 75,000 plus preference capital 50,000 plus reserves 24,000 plus net profit of 26,000. ഇതാണ് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ്. സോ അതാണ് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, ദാറ്റ് ഇസ് 1,75,000. So net profit after tax and interest is 26,000. Shareholders fund is 1,75,000 into 100 is equal to 15%. റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്ന റേഷ്യോ എത്ര കൂടിയാലും ഷെയർ ഹോൾഡേഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ നല്ലതാണ്. അതുകൊണ്ട് ഹയർ റേഷ്യോ ആണെങ്കിൽ അത് നല്ലതാണെന്നാണ് അർത്ഥം. ഇവിടെ 15% ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്?
means shareholders fund is 15 paise per rupee. 1 രൂപ കിട്ടുവാണെങ്കിൽ അതിൽ 15 പൈസ ആരുടെയാണ്? ഷെയർഹോൾഡേഴ്സിന്റെ ആണ്. 100 രൂപ കിട്ടുവാണെങ്കിൽ അതിന് 15 രൂപ ആരുടെയാണ്? ഷെയർഹോൾഡേഴ്സിന്റെ ആണ് എന്നാണ് അർത്ഥം. ഇനി എന്താണ് ഇതിന്റെ സിഗ്നിഫിക്കൻസ്? ഷെയർഹോൾഡേഴ്സ് ഫണ്ടിന്റെ എഫിഷ്യൻസി അറിയാൻ പറ്റുന്നു. എത്രത്തോളം എഫിഷ്യന്റ് ആയിട്ട് ഷെയർഹോൾഡേഴ്സിന്റെ ഫണ്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നു മനസ്സിലാക്കാൻ പറ്റുന്നു. പിന്നെ വെദർ ഓണേഴ്സ് ആർ ഗെറ്റിംഗ് സാറ്റിസ്ഫാക്ടറി റിട്ടേൺ ഓൺ ദെയർ ഇൻവെസ്റ്റ്മെന്റ്. നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് എത്ര ശതമാനം റിട്ടേൺ നമുക്ക് സ്വന്തമായിട്ട് കിട്ടുന്നു എന്ന് 15% നേരത്തെ പ്രോബ്ലത്തിൽ പറഞ്ഞപ്പോൾ അത്രയും ശതമാനം ഇൻവെസ്റ്റ്മെന്റും ആർക്ക് ഓണേഴ്സിന് കിട്ടുന്നു എന്ന് അവർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നു. ഇനി ഹയർ റേഷ്യോ ആകും തോറും ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ആൻഡ് ദാറ്റ് ഓൾസോ ഇൻഡിക്കേറ്റ്സ് ഹയർ പ്രൊഡക്ടിവിറ്റി. നമുക്ക് നല്ല പ്രൊഡക്ടിവിറ്റി ഉണ്ട്, എഫിഷ്യൻസി ഉണ്ട്, ഷെയർ ഹോൾഡേഴ്സിന്റെ ക്യാപിറ്റൽ ബെറ്റർ ആയിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നൊക്കെയാണ് ഇത് റേഷ്യോ കൂടുന്നതിന്റെ അർത്ഥം. ഓക്കെ, so after return on shareholders fund we are moving on to the last ratio under this profitability ratio subdivision, profitability based on investment. Profitability based on investment il nammal ആദ്യത്തെ രണ്ടെണ്ണം return on investment, return on shareholders fund. ഇനിയിപ്പം return on equity capital ആണ്. നേരത്തെ പഠിച്ച return on shareholders fund ല് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനും രണ്ടുപേർക്കും കൂടിയിട്ടുള്ള റിട്ടേൺ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് തന്നെയുള്ള റിട്ടേൺ എത്രയാണെന്ന് നമുക്ക് കാണണം. Okay, so equity shareholders are the real owners, so they want to know what is their return. What will they get after meeting all the claims? അല്ലെ, എല്ലാം കഴിഞ്ഞിട്ട് അവർക്ക് കിട്ടുള്ളൂ. അപ്പൊ ഇൻട്രസ്റ്റ് പേ ചെയ്തു, ടാക്സ് പേ ചെയ്തു, പിന്നെ പ്രിഫറൻസ് ഷെയർസിന്റെ ഡിവിഡൻഡും പേ ചെയ്തു. എന്നിട്ട് ബാക്കിയുള്ളത് എന്താണ് അവർക്ക് കിട്ടുന്നത്, അതിന്റെ പെർസെന്റേജ് എത്രയാണ്, അതാണ് നമ്മളുടെ റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റലിൽ കാണുന്നത്. സോ റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റലിന്റെ ഫോർമുല എന്താണ്? നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ്, ടാക്സ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ്. നേരത്തെ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് കഴിഞ്ഞിട്ടുള്ള പ്രോഫിറ്റ് എടുത്തപ്പോൾ ഇവിടെ പ്രിഫറൻസ് ഡിവിഡൻഡും കൂടെ കുറച്ചിട്ടുള്ള പ്രോഫിറ്റ് ആണ് എടുക്കാനായിട്ട് പാടുള്ളൂ. ആ പ്രോഫിറ്റ് ആണ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഇൻറ്റു 100. ഇവിടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അർഹതപ്പെട്ട ഫണ്ട് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ഇക്വിറ്റി ഷെയർസും പ്രിഫറൻസ് ഷെയർസും റിസർവ്സും സർപ്ലസും ഒക്കെ ആഡ് ചെയ്തിരുന്നു. ഇവിടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ ഫണ്ട് മാത്രം എടുത്ത് ആഡ് ചെയ്യുന്നു. ഓക്കെ, ഇൻറ്റു 100. ദിസ് വിൽ ബി ദ ഫോർമുല. ഇനി നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ന്യൂമറേറ്റർ എപ്പോഴും ആഫ്റ്റർ ഇൻട്രസ്റ്റ്, ടാക്സ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ് ഇതെല്ലാം കുറച്ചിട്ട് വേണം നമ്മൾ നെറ്റ് പ്രോഫിറ്റ് എടുക്കാനായിട്ട്. പിന്നെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത് ഇക്വിറ്റി ക്യാപിറ്റലും പിന്നെ റിസർവ്സ്, സർപ്ലസ്, നെറ്റ് പ്രോഫിറ്റ്സ് ഒക്കെ ആരുടെയാണ്? ഇക്വിറ്റി ആളുകളുടെയാണ്. ഓക്കെ, നെറ്റ് പ്രോഫിറ്റിൽ നിന്നും പ്രിഫറൻസ് ഡിവിഡൻഡ് കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള പ്രോഫിറ്റ് ഒക്കെ ആരുടെയാണെന്ന്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ ആണ്. ദെൻ സിഗ്നിഫിക്കൻസ് എന്താണ്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആർ ഇൻട്രസ്റ്റഡ് ടു നോ വാട്ട് ദേ ആക്ച്വലി ഗെറ്റ്. സോ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവർക്ക് മാത്രമായിട്ട് കിട്ടുന്നത് എത്രയാണെന്ന് അറിയണം. അതിനിത് ഹെൽപ്പ് ചെയ്യും. ഇനി അതേ പ്രോബ്ലം നമുക്ക് എക്സാമ്പിൾ 16 തന്നെ നമുക്ക് എടുത്ത് നോക്കാം. എക്സാമ്പിൾ 16 നമ്മൾ കണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതില് നമ്മുടെ ഈ ഫോർമുല ഉപയോഗിക്കുമ്പോൾ എന്താണ്? ദാറ്റ് ഈസ് ഇവിടുത്തെ ഫോർമുല നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ് ബൈ ഇക്വിറ്റി ക്യാപിറ്റൽ ഇൻറ്റു 100 ആണ്. So net profit after tax എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ net profit is 26,000 after tax. ഇനി പ്രിഫറൻസ് ഡിവിഡൻഡ് ഇതിൽ നിന്ന് കുറയ്ക്കണം. കാരണം ഈ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് ടാക്സും ഇൻട്രസ്റ്റും കുറച്ചിട്ടുള്ളതാണ് ഇത്. ഇതിൽ നിന്ന് പ്രിഫറൻസ് ഡിവിഡൻഡും കൂടെ ഇതിൽ നിന്ന് കുറയ്ക്കണം. എങ്കിലാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ? നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ പ്രിഫറൻസ് ഡിവിഡൻഡ് കിട്ടുള്ളൂ. സോ എത്രയാണ് ഈ പ്രിഫറൻസ് ഡിവിഡൻഡ്? 10% പ്രിഫറൻസ് ക്യാപിറ്റലാണിത്. അപ്പൊ 50,000 ആണ് പ്രിഫറൻസ് ക്യാപിറ്റൽ എങ്കിൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എങ്കിൽ അതിന് 10% ഡിവിഡൻഡ് ആണ്. ഇൻറ്റു 10/100 that is 5,000. 5,000 ഇതിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ ബാലൻസ് 21,000 ആണ് എന്ത്? നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ പ്രിഫറൻസ് ഡിവിഡൻഡ്. ഓക്കെ, സോ ബാക്ക് ടു ദ ഫോർമുല, ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ, solution. Net profit after tax and preference dividend by equity capital into 100 is the formula. Net profit after tax 26,000 ആണ്. 26,000 in the preference dividend ആയ 5,000 കുറച്ചു. അപ്പോൾ നമുക്ക് net profit after tax and preference dividend കിട്ടി. That is 26,000 minus 5,000, that is 21,000. ഇനി ഡിനോമിനേറ്റർ കാണണം, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കാണാനായിട്ട് ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ എന്തെടുക്കണം? ഇത് ഇക്വിറ്റി ക്യാപിറ്റൽ ആണ്. പ്ലസ് പ്രിഫറൻസ് ക്യാപിറ്റൽ എടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇക്വിറ്റി ക്യാപിറ്റൽ മാത്രമേ നമ്മളോട് കൺസിഡർ ചെയ്യണ്ടൂ. റിസർവ്സ് ആൻഡ് സർപ്ലസ് ആരുടെയാണ്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെയാണ്. അപ്പൊ അത് എടുക്കണം. ആൻഡ് നെറ്റ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഡിവിഡൻഡ് ആയ 5,000 രൂപ കുറച്ച് ബാക്കി 21,000 രൂപ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. സോ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അർഹതപ്പെട്ട ഫണ്ട് എത്രയാണ്? 75,000 പ്ലസ് 24,000 പ്ലസ് 21,000
It is 1,20,000. So numerator 21,000 divided by denominator of equity shareholders fund, that is 1,20,000 into 100 is equal to 17.5% is our, not our, equity shareholders return. Okay. So company shareholders in the motthil return kind of probably 15%. Equity shareholders in a matram return nokumo, they get 17.5% return. അതായത് 100 രൂപ കിട്ടുകയാണെങ്കിൽ അതിൽ 17 രൂപ ഇക്വിറ്റി ഷെയർഹോൾഡേഴ്സിന്റെ മാത്രമാണ്. കഴിഞ്ഞ ഇതിൽ നോക്കിയത് 15% കിട്ടി. അതിന്റെ അർത്ഥം 100 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ 5% ആർക്കുള്ള ഇക്വിറ്റി ഷെയർഹോൾഡേഴ്സിനും പ്രിഫറൻസ് ഷെയർഹോൾഡേഴ്സിനും കൂടിയിട്ടുള്ള റിട്ടേൺ ആണ് പറഞ്ഞത്. ഇത് ഇക്വിറ്റി ഷെയർഹോൾഡേഴ്സിന് തന്നെയുള്ള റിട്ടേൺ ആണ് പറയുന്നത്. ഓക്കെ, with this I am concluding this profitability ratios. ഇനി റേഷ്യോസിൽ നമുക്ക് ആകെ മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോസും കൂടിയാണ് പഠിക്കാനുള്ളത്. അത് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാ റേഷ്യോസും ഉപയോഗിച്ചിട്ട് നമുക്ക് എസ്എ ടൈപ്പ് പ്രോബ്ലംസ് കുറച്ചെണ്ണം ചെയ്ത് പഠിക്കണം. ഓക്കെ, അതോടുകൂടെ നമ്മുടെ ഈ ചാപ്റ്റർ, നമ്മുടെ പോർഷൻസ് തന്നെ എന്റെ പോർഷൻ അവസാനിക്കും. ഓക്കെ, താങ്ക് യു.